തന്നെയാണ് 1388 രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം എത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ എറണാകുളം DCCയിൽ എത്തിക്കഴിഞ്ഞു. നമുക്കറിയാം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ എറണാകുളം DCCയിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം ഒരുപക്ഷെ ഈ പ്രവർത്തകർക്കൊപ്പം ഇപ്പോൾ ടിവിയും മറ്റും കണ്ട് ഈ റിസൾട്ട് വിലയിരുത്തുകയാണ്. ചേലക്കരയിലെ പരാജയം ഒരു ചെറിയ തിരിച്ചടിയാണ് എങ്കിൽ പോലും പാലക്കാട്ടെ വിജയം അത്ഭുതമായി ഒരു വിഭാഗം കോൺഗ്രസിലുണ്ടാക്കിയ തർക്കങ്ങൾ അതെല്ലാം പരിഹരിച്ചെങ്കിലും കെ മുരളീധരൻ പോലും അവസാന സമയത്ത് പ്രചാരണത്തിൽ സജീവമായി എത്തിയെങ്കിലും ഉയർന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് BJP VD സതീശനെ മാത്രം ആക്രമിക്കുന്നു? എന്തുകൊണ്ട് CPM നേതാക്കൾ VD സതീശനെ മാത്രം ആക്രമിക്കുന്നു? കെ മുരളീധരനടക്കം കൈയടിക്കുമ്പോൾ പോലും എന്തുകൊണ്ട് VD സതീശനെതിരെ ആക്രമണം നടക്കുന്നു? രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നത് രാഹുൽ മാത്രമല്ല, ഷാഫി പറമ്പിൽ കൂടിയാണ്, ഒപ്പം VD സതീശൻ കൂടിയാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന് പൂർണ്ണമായും ചുക്കാൻ പിടിച്ച ഒരു നേതാവ് കൂടിയാണ് VD സതീശൻ. പാലക്കാട്ടെ വിജയം അത്രമേൽ ആവശ്യമാണ് സതീശന്. പാലക്കാട്ട് ജയിച്ചാൽ സതീശന് തിരിഞ്ഞു നോക്കണ്ട എന്നാണ് പല കോൺഗ്രസുകാരും പറയുന്നത്. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരെ പോലും BJPയിൽ നിന്ന് കോൺഗ്രസിൽ എത്തിച്ചതിന്റെ പിന്നിൽ സതീശന്റെ എല്ലാ ശ്രമങ്ങളും ഉണ്ടായിരുന്നു, പലവിധ ചർച്ചകൾ ഉണ്ടായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഓരോ ഘട്ടവും ആസൂത്രണം ചെയ്ത സതീശൻ തന്നെയാകും ഒരുപക്ഷെ പാലക്കാട്ട് BJP ജയിച്ചാൽ കൂടുതലായി ചിരിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സന്ദീപ് വാര്യർ ഒരു ചലനവും ഉണ്ടാക്കുകയില്ല, പുച്ഛിച്ച് തള്ളുകയായിരുന്നു BJPയുടെ നേതാക്കൾ എല്ലാവരും തന്നെ. UDFിലോട്ട് വരുമ്പോൾ പാണക്കാട് തങ്ങളെ സന്ദീപ് പോയി കാണുമ്പോൾ, ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോയി കാണുമ്പോൾ സന്ദീപ് വാര്യർക്ക് ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. നഗരസഭയിലെ കൗൺസിലർമാർ രാജിവെച്ച് പോകും എന്നുള്ളതൊക്കെ വ്യാമോഹമാണെന്ന് പറയുമ്പോൾ അപ്പോഴും പറയാം, പാലക്കാട് നഗരസഭയിൽ ഇളക്കം സംഭവിച്ചിരിക്കുന്നു. അത് BJP ആലോചിക്കും, അത് സന്ദീപ് മാത്രമാകണമെന്നില്ല, പക്ഷേ അതും അതിനകത്ത് വരാം. തീർച്ചയായും പാലക്കാട് നഗരസഭയിൽ വലിയ ഒരു ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള എല്ലാ പ്രതീക്ഷയും ഇന്ന് രാവിലെയും കൃഷ്ണകുമാർ പങ്കുവച്ചൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ചില അപകടങ്ങൾ BJP മടക്കുന്നുണ്ടായിരുന്നു. രാഹുലിന് അനുകൂലമായി ഉണ്ടായ ഒരുപാട് വികാരങ്ങൾ, ഇതിന് തൊട്ട് മുൻപുണ്ടായ പലവിധ സംഭവവികാസങ്ങൾ, കോൺഗ്രസിലെ ഐക്യം, CPMൽ സരനെ കൊണ്ടുവന്നുള്ള എതിർപ്പ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ രാഹുലിന് അനുകൂലമായി ചില മാറ്റങ്ങൾ കൊണ്ടുവരും. അതിനപ്പുറത്ത് ഈ നഗരമേഖലകളിൽ ചെറുപ്പക്കാരെയൊക്കെ ആകർഷിക്കാൻ പറ്റിയ രാഹുൽ മാങ്കൂട്ടത്തിനെ അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസും ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഈ BJP പ്രതീക്ഷിച്ചതൊക്കെ മാറി നഗര കേന്ദ്രങ്ങളിൽ വലിയ ലീഡിലേക്ക്, നഗര കേന്ദ്രങ്ങളിൽ പ്രതീക്ഷിച്ച ലീഡിലേക്ക് BJPക്ക് എത്താനാവുന്നില്ല. അവിടെ കോൺഗ്രസ് BJP കോട്ടകളിൽ ഇളക്കം തട്ടിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പിരായിരി എണ്ണുമ്പോൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ബന്ധപ്പെട്ട് എല്ലാ മുന്നണികളിലും തർക്കങ്ങൾ വന്നു. UDFന് വേണ്ട സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു എന്നൊരു ചോദ്യം, അതുമായി ഉയർന്ന തർക്കങ്ങൾ, അതിനെല്ലാം പരിഹാരമായി. ദിസ് ഈസ് ആപ്റ്റ്, രാഹുൽ തന്നെയായിരുന്നു അതിന് ആപ്റ്റ് ആയിരുന്നത് എന്ന് UDFിൽ ആ തീരുമാനമെടുത്ത പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക്, കോൺഗ്രസിൽ ആ തീരുമാനമെടുത്ത പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് തലയുയർത്തി പറയാം. അതുപോലെ തന്നെ P സരിന്റെ വിഷയത്തിനകത്ത് P സരിന്റെ ഇടത് സ്ഥാനാർത്ഥിത്വം അത് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. പലതവണ അണികൾ പോലും കൂടെ നിൽക്കുകയില്ല എന്ന് കരുതിയിരുന്നു. അതല്ല ഉണ്ടാകുന്നത്. രണ്ടാം സ്ഥാനത്തേക്ക് സരിൻ വരികയാണെങ്കിൽ അപ്പോഴും ഇടത് മുന്നണി മുന്നോട്ട് വെച്ച ആ നീക്കവും കൃത്യമായി എന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പോഴും നഷ്ടം BJPക്കാണ്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൽപ്പിച്ച BJPക്കാണോ തെറ്റിയത്? ആ BJPക്കാണോ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോയത്? സ്ഥാനാർത്ഥിത്വ വിഷയത്തിനകത്ത് കെ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ മത്സരിക്കണമായിരുന്നു എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. ഈ സ്ഥാനാർത്ഥി വിഷയത്തിലൊക്കെ പാലക്കാടിന്റെ സ്വന്തമായിട്ടുള്ള C കൃഷ്ണകുമാർ മത്സരിച്ചപ്പോൾ എന്താണ് BJPക്ക് സംഭവിച്ചത്? തീർച്ചയായും അത് അവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം. സന്ദീപ് വാര്യർ എഫക്ട് BJPയെ ബാധിച്ചിട്ടുണ്ടോ? സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേർന്നത് BJPക്ക് ഗുണമാകുമെന്നാണ് ഒരു ഘട്ടത്തിൽ പലരും വിലയിരുത്തിയത്. അത് BJP പ്രവർത്തകർക്കിടയിൽ കൃഷ്ണകുമാറിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആവേശമുണ്ടാക്കി. കാരണം പാർട്ടിയെ ചതിച്ച് മറുവശത്ത് പോയ ആൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള ആവേശമുണ്ടാക്കി എന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. രണ്ടാം സ്ഥാനം അല്ല മൂന്നാം സ്ഥാനമാണെങ്കിൽ അത് വല്ലാത്ത കാര്യം. ഇന്നലെ രാവിലെയാണ് കെ സുരേന്ദ്രൻ പോസ്റ്റ് ഇടുന്നത്. അത് ഈ പറഞ്ഞ പോലെ വടക്കുന്നാഥിനു ശേഷം വിശാലാക്ഷി തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞ് 10 മിനിറ്റ് ഇത് അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിൽ പോസ്റ്റ് ഇട്ട ഒരാളാണ് BJP സംസ്ഥാന അധ്യക്ഷൻ. മൂന്നാം സ്ഥാനത്തേക്ക് BJP പോകുന്ന ലക്ഷണങ്ങൾ തൽക്കാലമില്ല. അങ്ങനെ ഒരു സരിൻ ബഹദൂര് ഇപ്പോഴും പൂർണ്ണമായി മൊത്തം വോട്ട് നോക്കുമ്പോൾ സരിൻ ബഹദൂരം പിന്നിലാണ്. മൂന്നാം സ്ഥാനത്തേക്ക്, രണ്ടാം സ്ഥാനത്ത് BJP എത്തിയേക്കാം. പക്ഷേ രാഹുലിന്റെ ഒരു കുതിപ്പാണ് നമുക്ക് ഇനി കാണേണ്ടത്. ഈ പറഞ്ഞ കണ്ണാടി പോലെയുള്ള, മാത്തൂര് പോലെയുള്ള CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അനുസരിച്ച്
തീരുമാനിച്ചിരിക്കുക അപർണ. ഈ 2ാം സ്ഥാനത്തേക്കാണോ 3ാം സ്ഥാനത്തേക്കാണോ സരൺ എത്തുക? നഗരമേഖലയിൽ സരന് വോട്ട് കൂടിയിട്ടുണ്ട്. ആ വോട്ടുകൾ കൂടുതലും രാഹുലിനേക്കാൾ കൂടുതൽ BJP-യുടെ വോട്ടുകളാണ് എന്നുള്ള വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. അതായത് സരൺ പിടിച്ചിരിക്കുന്നത് കൃഷ്ണകുമാറിൽ നിന്ന് അല്ലെങ്കിൽ BJP-യിൽ നിന്ന് പിടിച്ചിരിക്കുന്നത് സരനാണ്. കൂടുതൽ വോട്ടുകൾ BJP വോട്ടുകൾ CPM-ലേക്ക് പോയിട്ടുണ്ട് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. അതിൽ രാഹുലിന് ഒരുപാട് സഹായകരമായിട്ടുണ്ട്. തിരിച്ചാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം CPM വോട്ടുകൾ വളരെ കൃത്യമായി പോൾ ചെയ്യുകയും നഗരസഭയിൽ കോൺഗ്രസിലേക്കാണ് പോയത്, BJP വോട്ടുകൾ കോൺഗ്രസിലേക്കാണ് പോയിരിക്കുന്നത്. നഗരസഭയിൽ സരൺ വോട്ട് ഉയർത്തിയിട്ടുണ്ട്. അത് ആരുടെ വോട്ടാണ് എന്ന കാര്യത്തിലാണ് നമുക്ക് ഇനി വ്യക്തമാക്കേണ്ടത്. അത് BJP വോട്ടുകളാണോ കോൺഗ്രസ് വോട്ടുകളാണോ? ഒരു വിലയിരുത്തലുള്ളത് BJP കുറഞ്ഞ വലിയ ചില വോട്ടുകൾ ഒരുപക്ഷെ CPM-ലേക്കും കോൺഗ്രസിലേക്കും സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ടാകും. തകർത്തിട്ടുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. അവിടെ ഒരു